രണ്ട് ദിവസമായി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വട്ടിയൂർക്കാവ് എം.എൽ.എയും മുൻ തിരുവനന്തപുരം മേയറുമായ വി.കെ. പ്രശാന്തും അതുപോലെ തന്നെ ബി.ജെ.പി. കൗൺസിലറായി ശാസ്തമംഗലം തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖയും. എന്താണ് ഇവർ തമ്മിലുള്ളൊരു വിഷയം? വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന ശാസ്തമംഗലം വാർഡിൽ വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ സോണൽ ഓഫീസിനോട് ചേർന്നിട്ടുള്ള കെട്ടിടം. ആ കെട്ടിടത്തിൽ കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതാണ്. അവിടെ മുൻ മേയർ എന്ന നിലയിൽ, കാരണം മേയർ ആയിരുന്ന സമയത്താണ് ആ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്. ആ മേയർ ആയതിനു ശേഷം അദ്ദേഹം എം എൽ എ ആവുന്ന സമയത്ത് അദ്ദേഹം കോർപ്പറേഷൻ അധികൃതരിൽ നിന്ന് ഈ കെട്ടിടം വാടകയ്ക്ക് വാങ്ങുകയാണ്. ചുരുങ്ങിയ വാടകയ്ക്ക്, ഏതാണ്ട് 300-350 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം 872 രൂപയ്ക്കോ മറ്റോ ആണ് അദ്ദേഹം വാടകയ്ക്ക് വാങ്ങുന്നത്, MLA ഓഫീസ് എന്ന നിലയിൽ. ആ സമയത്ത് അവിടെ MLAക്ക് കൗൺസിലർക്കും ഒരു റൂമുണ്ട്. ആ റൂമിൽ വളരെ സൗകര്യമില്ല. അതിന്റെ ടോയ്ലറ്റിലാണ് അവിടുത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നേരത്തെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ബിന്ദു എന്ന CPM-ന്റെ കൗൺസിലർ, അതിനും തൊട്ട് മുമ്പുണ്ടായിരുന്നത് BJP കൗൺസിലർ, അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നില്ല കാര്യമായിട്ട്. കാരണം അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. അദ്ദേഹത്തിന് ടോയ്ലറ്റ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്തായിരുന്നു. അദ്ദേഹം എപ്പോഴും സ്കൂട്ടറിലാണ് തന്റെ രേഖകളൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവർ DGP ആയിരുന്ന ഒരാളാണ്. അവർ കൗൺസിൽ ഓഫീസായിട്ട് ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അത്യാവശ്യം സന്ദർശകർക്ക് വരാനുള്ള സ്ഥലം വേണം. ഇത് MLA-യുടെ ഓഫീസിനകത്തൂടെ പോകുന്നു. അപ്പൊ ഈ ഒരു വിഷയമുള്ളത് കൊണ്ട് അവർ വളരെ മാന്യമായി താനുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന MLA-യോട് അദ്ദേഹം ചോദിക്കാണ്, ഈ ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തരണം, എനിക്ക് കൗൺസിലർ എന്ന നിലയിൽ തന്റെ ഓഫീസ് പ്രവർത്തിക്കാനാണെന്ന് പറഞ്ഞു. MLA എന്ത് ചെയ്യുന്നു? ഇതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചു. പക്ഷെ ആ റെക്കോർഡൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. MLA ഓഫീസ് ഒഴിയാൻ കൗൺസിലർ ആവശ്യപ്പെട്ടെന്ന് പറയുന്നു. അയാൾ ആക്രോശിക്കുന്നു. ഞാൻ MLA ആണ്, MLA എന്ന് പറഞ്ഞാൽ 10-26 കൗൺസിലർമാരുള്ള പ്രദേശത്തെ MLA ആണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദം അവിടെ ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ശ്രീലേഖ മേയറാവും എന്നൊരു പ്രതീതിയൊക്കെ ചില മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ ശ്രീലേഖ മേയറായില്ല, പകരം VV രാജേഷാണ് മേയറായത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വിവാദം ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഇപ്പൊ എന്ത് തന്നെയായാലും ഇവിടെ എക്സ്പോസ്ഡ് ആയത് വി.കെ. പ്രശാന്താണ്. കാരണം കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ അദ്ദേഹം നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഒക്കെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ CPM-ലെ PR വർക്കിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അവർ വട്ടിയൂർക്കാവിൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നീട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം MLA ആവുകയും ചെയ്തു. ഇപ്പൊ അദ്ദേഹത്തിന് കാലാവധി കഴിയാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നത് മാർച്ച് വരെ എനിക്ക് കരാറുണ്ട്, മാർച്ച് വരെ ഞാൻ ഒഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വിഷയം സത്യത്തിൽ ശ്രീലേഖയും പ്രശാന്തും തമ്മിലുള്ള ഒരു വിഷയവുമല്ല, വട്ടിയൂർക്കാവിലെ അല്ലെങ്കിൽ ശാസ്തമംഗലത്തെ കൗൺസിൽ ഓഫീസിന്റെ വിഷയവുമല്ല. ആ വിഷയത്തിൽ CPM പ്രതിക്കൂട്ടിലാവുകയാണ് ചെയ്തത്. കാരണം മൂന്നാം കക്ഷിയായ കോൺഗ്രസിന്റെ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലറും മുൻ MLA-യുമായ ശബരിനാഥൻ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതേ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട് വി.കെ. പ്രശാന്തിന് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന എവിടെയാണ് അസംബ്ലി MLA ഹോസ്റ്റൽ, ആ MLA ഹോസ്റ്റലിൽ 2 നല്ല മുറിയുണ്ട്, കമ്പ്യൂട്ടർ സൗകര്യമൊക്കെ ഉള്ള, കാറുകൾക്കൊക്കെ അവിടെ പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അങ്ങനെ 2 മുറിയുള്ള സമയത്ത്, തന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ MLA ഹോസ്റ്റലുള്ള സമയത്ത് എന്തിനാണ് മറ്റൊരു കൗൺസിലറുടെ വഴി മുടക്കിക്കൊണ്ട് അദ്ദേഹം ഇത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശബരിനാഥ് കൂടി ഇടപെട്ട് ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായ പ്രകടനം വ്യക്തമാക്കിയതോടുകൂടി പ്രശാന്ത് ഏതാണ്ട് ഡിഫെൻസീവിലായിരിക്കുകയാണ്. അപ്പം ഇതല്ല ഇവിടുത്തെ വിഷയം. സത്യത്തിൽ പ്രശാന്തിന് ശ്രീലേഖയായിട്ട് സംസാരിച്ച് വളരെ മാന്യമായ രീതിയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാമായിരുന്നു. ഇതിനകത്ത് 2 ഭാഗത്തും ശരിയും തെറ്റുമൊക്കെ കാണുമായിരിക്കാം. അയാൾക്ക് വാടക ചീട്ടുണ്ട്, ഇത്ര കരാറുണ്ട്, വേണമെങ്കിൽ അത് കൗൺസിൽ അത് റദ്ദ് ചെയ്യാം, അല്ലെങ്കിൽ കാലാവധി തീരുന്നവരെ കാത്തിരുന്ന ശേഷം മാറിക്കൊടുക്കാം. പല ധാരണകളൊക്കെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ പ്രശാന്തിന്റെ ധാർഷ്ട്യം അത് അറിയാതെ, കാരണം ഈ രാഷ്ട്രീയ നേതാക്കളിലൊക്കെ മാന്യന്മാരായിട്ടാണ് അവര് നടിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് അവരുടെ ധാർഷ്ട്യം പുറത്തെടുക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യം നിറഞ്ഞൊരു പ്രസംഗമുണ്ട്, ഇപ്പൊ വന്ന കൗൺസിലർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് വളരെ എക്സ്പോസ്ഡ് ആവുകയാണ് അദ്ദേഹം അതിലൂടെ ചെയ്തത്. ഞാൻ 26 വാർഡുകളുടെ കൂടി അധികാര പരിധിയുള്ള MLA ആണ്, ഞാനാണ് വരുന്നത്, എന്നോടൊരു കൗൺസിലർ എങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പൊ സത്യത്തിൽ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഈ സംഭാഷണം തന്നെ, അതായത് ഈ സംഭാഷണം പുറത്തു വിട്ടത് തന്നെ ഒഴിവാക്കാമായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് CPM BJP ഒരു കൊളുത്തിയ ആ കൊളുത്തിൽ, ആ ചൂണ്ടയിൽ അവര് കൊളുത്തുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം BJPയുടെ മേയർ VV രാജേഷ് ചില സ്റ്റെപ്പുകൾ അദ്ദേഹം മേയറായ ഉടനെ അദ്ദേഹം എടുക്കുക. അദ്ദേഹം ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നഗരസഭ KSRTCക്ക് നഗരസഭയിൽ ഓടിക്കാൻ വേണ്ടി നൽകിയ ബസ്സുകളാണ്. അത് ചെലവ് കുറഞ്ഞ ബസ്സുകളാണ്, കേന്ദ്ര സർക്കാർ നൽകിയ ബസ്സുകളാണ്, ഇലക്ട്രിക് ബസ്സുകളാണ്. അവയ്ക്ക് ചെലവ് കുറവാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ടിക്കറ്റ് ചാർജ് കുറവാണ്. പക്ഷെ അത് ഗതാഗത മന്ത്രി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതോടൊപ്പം തന്നെ VV രാജേഷ് ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം, തിരുവനന്തപുരത്ത് നഗരസഭയുടെ നിരവധി കെട്ടിടങ്ങൾ, ഈ കെട്ടിടങ്ങളൊക്കെ പലർക്കും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ വാടകയ്ക്ക് കൊടുത്തത് ചട്ടങ്ങൾ അനുസരിച്ചാണോ എന്ന് ചോദിച്ചാൽ ചട്ടങ്ങൾ അനുസരിച്ചാകണമെന്നില്ല. അതിന്റെ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ അത് കൃത്യമായ കരാറുകളിലൂടെയോ അല്ലെങ്കിൽ ലേലത്തിലൂടെയോ ആയിരിക്കില്ല കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആർക്ക് ലേലത്തിന് കൊടുത്താലും അതൊക്കെ എടുത്തിരിക്കുന്നത് CPMകാരാണ്. പക്ഷേ അതവരൊക്കെ ചുരുങ്ങിയ വിലയ്ക്ക് ലേലത്തിന് എടുത്തതിന് ശേഷം സിറ്റിയിലെ കണ്ണായ സ്ഥലങ്ങളിൽ, ഉള്ളൂരിലൊക്കെയുള്ള കണ്ണായ സ്ഥലങ്ങളിലുള്ള ഒരുപാട് മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെയുള്ള നിരവധി കെട്ടിടങ്ങൾ നമുക്കറിയാം, നിരവധി കെട്ടിടങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്. അവയൊക്കെ മറുവാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ തന്നെ കാണാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് 350 സ്ക്വയർ ഫീറ്റ് സ്ഥലം 800 രൂപയ്ക്കാണ്, 870 രൂപയ്ക്കാണ് പ്രതിമാസം കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചുരുങ്ങിയ വിലയ്ക്ക് കോർപ്പറേഷൻ ചില വ്യക്തികൾക്ക് കൊടുത്തിട്ട് ആ വ്യക്തികൾ വൻകിട തുക ഈടാക്കുകയാണ് ചെയ്തത്. അതൊക്കെ CPMന്റെ ആളുകളാണ് സംബന്ധിച്ചത്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് കോർപ്പറേഷന്, ലക്ഷക്കണക്കിന് രൂപയാണ് കോർപ്പറേഷന് വാടക ഇനത്തിൽ നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാരാണ്? പ്രശാന്താണ്. ഇങ്ങനെ പ്രശാന്ത് ഈ പ്രശ്നം എടുത്തിരുന്നില്ലെങ്കിൽ VV രാജേഷ് ഈ പ്രശ്നം ഉന്നയിക്കുമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ VV രാജേഷിന്റെ അജണ്ടയിൽ ഒരുപക്ഷെ ഇത് ഉണ്ടായിരിക്കാം. പക്ഷേ VV രാജേഷ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ശ്രീലേഖയും പ്രശാന്തും തമ്മിലുള്ള വിഷയമല്ല, മറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന് അതിന്റെ കെട്ടിടങ്ങളിൽ നിന്ന് കിട്ടാവുന്ന വരുമാനം, ആ വരുമാനം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കണം. അപ്പം CPMന്റെ മുൻകാല ചെയ്തികൾ തുറന്നു കാണിക്കാൻ BJPക്ക് പറ്റിയൊരു അവസരമാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാവുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, വാടക ഇനത്തിൽ ഉണ്ടാവുന്ന നഷ്ടം, ആ നഷ്ടം നികത്തിയെടുക്കാൻ കഴിയും. അതിലേക്കുള്ളൊരു വിരൽ ചൂണ്ടുകയായിരുന്നു സത്യത്തിൽ VK പ്രശാന്ത് ചെയ്തത്. VK പ്രശാന്ത് ശ്രീലേഖയ്ക്കെതിരെ ഒരു ആഞ്ഞടിക്കാനാണ് അദ്ദേഹം, ശ്രീലേഖ എന്നോട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന സമയം പറഞ്ഞു എന്ന് പത്രക്കാരോട് പറഞ്ഞാൽ പൊതുജന അഭിപ്രായം മുഴുവൻ VK പ്രശാന്തിന് അനുകൂലമായിട്ട് വരുമെന്നാണ് അദ്ദേഹം ധരിച്ചത്. പക്ഷെ അത് നേരെ തിരിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കോർപ്പറേഷന്റെ കെട്ടിടം CPMകാർ കയ്യേറിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അവർ നിയമപരമായിട്ട് തന്നെ കൈവശം വെച്ചിരിക്കുന്നു. പക്ഷെ അത് കൃത്യമായ വാടക ഈടാക്കിയിട്ടാണോ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അവരേതായാലും മറുവാടകയ്ക്ക് പലതും കൊടുത്തിരിക്കുകയാണ്. അവർക്ക് നല്ലൊരു ലാഭം, കൈ നനയാതെ അവർ മീൻ പിടിക്കുകയാണ്. അങ്ങനെ ഒരു ലാഭം പല CPMകാർക്കും കിട്ടിയിട്ടുണ്ട്, CPMന്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പുറത്തു വരാൻ പോവുകയാണ്. അതിനൊരു ഉപാധിയായിട്ട് ശ്രീലേഖ VK പ്രശാന്ത് ഫോൺ സംഭാഷണം മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.